നെക്സ്റ്റ് മാഗ്നിഫിക്കേഷൻ ആണ് പറയാൻ പോകുന്നത്. മിറർ ഫോർമുല നമ്മൾ പഠിച്ചു കഴിഞ്ഞു. 1/u + 1/v = 1/f പഠിച്ചു കഴിഞ്ഞു. മാഗ്നിഫിക്കേഷൻ ആണ് പറയാൻ പോകുന്നത്. മാഗ്നിഫിക്കേഷൻ ഡിനോട്ട് ബൈ ദ ലെറ്റർ എം. എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമേജ് സൈസ്. അറിഞ്ഞിരുന്നോ? ഇമേജ് സൈസ് ഡിവൈഡ് ബൈ ഒബ്ജക്റ്റ് സൈസ്. ഇതിനെയാണ് നമ്മൾ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. നമ്മളിത് മുമ്പ് പഠിച്ചിട്ടുണ്ടായിരുന്നു ഇല്ലേ? ഇമേജിൻ്റെ ഹൈറ്റ് ബൈ ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ്, അതാണ് മാഗ്നിഫിക്കേഷൻ. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതിൻ്റെ ഡെറിവേഷനാണ് പറയാൻ പോകുന്നത്. അപ്പോൾ മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റിനേക്കാളും എത്ര ഇരട്ടിയാണ് ഇമേജിൻ്റെ ഹൈറ്റ്, അതാണ് മാഗ്നിഫിക്കേഷൻ. അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ട്, ഡിറൈവ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം തന്നെ രണ്ട് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. മുകളിൽ വരുന്ന ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളും താഴെ വരുന്ന ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളും കൺസിഡർ ചെയ്യാം. ഓക്കെ, ഈ ആംഗിളും സെയിം ആയിരിക്കുമല്ലോ, നമുക്കറിയാം. അത് മുമ്പ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുകളിലത്തെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ നോക്കുക. ടാൻ തീറ്റ പറ. ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. തീറ്റയുടെ ഓപ്പോസിറ്റ് സൈഡ് AB ആണ്. മുകളിലത്തെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ നോക്കുമ്പോൾ തീറ്റയുടെ ഓപ്പോസിറ്റ് സൈഡ് ABയും അഡ്ജസൻറ്റ് സൈഡ് BP ആണ് അല്ലേ? BP ശരിയല്ലേ? അപ്പോൾ ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഇതും തീറ്റ തന്നെയാണല്ലോ, താഴത്തെ ആംഗിളും. അപ്പോൾ ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ആരാണ്? താഴത്തെ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് A', B' ആണ്. അപ്പോൾ A', B' ബൈ അഡ്ജസൻറ്റ് സൈഡോ? അഡ്ജസൻറ്റ് സൈഡ് B', P ആണ്. താഴത്തെ തീറ്റയുടെ അഡ്ജസൻറ്റ് സൈഡ് B', P ആണ്. ഓക്കെ, ഇത് ഞാനൊന്ന് തിരിച്ചെഴുതിക്കോട്ടെ, ഒരു കാര്യത്തിന് വേണ്ടിയാണ്. അതായത് തിരിച്ചെഴുതിയെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. A', B' ബൈ B', P. അതായത് ഒന്നുമില്ല, റൈറ്റ് സൈഡിലുള്ളത് ഈക്വൽ ടു ലെഫ്റ്റ് സൈഡിലുള്ളത് ഒന്ന് തിരിച്ചെഴുതി, വേറൊന്നും ചെയ്തിട്ടില്ല. ലെഫ്റ്റ് സൈഡിൽ വരുന്നത് AB ബൈ BP ആണ്. ശരിയല്ലേ? ഈ എഴുതി ഇക്വേഷൻ ഒന്ന് തിരിച്ചെഴുതി. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം ശ്രദ്ധിച്ചിരിക്കണം. ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടിയാൽ ഇങ്ങനെ ഒരു റൂളുണ്ട്. ന്യൂമറേറ്റർ ബൈ ന്യൂമറേറ്റർ ഈക്വൽ ടു ഡിനോമിനേറ്റർ ബൈ ഡിനോമിനേറ്റർ. അങ്ങനെ ചെയ്യാൻ പറ്റും. ഇങ്ങനെ രണ്ട് ഫ്രാക്ഷൻസ് ഈക്വൽ ആണെങ്കിൽ ന്യൂമറേറ്റർ ബൈ ന്യൂമറേറ്റർ ഈക്വൽ ടു ഡിനോമിനേറ്റർ ബൈ ഡിനോമിനേറ്റർ എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഞാനത് എന്തിനാണ് എഴുതുന്നതെന്നുള്ളത് ഇപ്പോൾ മനസ്സിലാവും. A', B' ബൈ AB ഇതാണല്ലോ ന്യൂമറേറ്റർ ബൈ ന്യൂമറേറ്റർ ഈക്വൽ ടു ഡിനോമിനേറ്റർ ബൈ ഡിനോമിനേറ്റർ. B', P ബൈ BP എന്ന് വരും. ശരിയല്ലേ? ഇനി നമ്മൾ സൈൻ കൺവെൻഷൻസുകൾ വേണ്ടി വരും. സൈൻ കൺവെൻഷൻ നമ്മൾ ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റിന് നമ്മൾ H എന്നാണ് എഴുതുന്നത്. ഇമേജിൻ്റെ ഹൈറ്റിന് H' എന്നും എഴുതും. ഓക്കെ, ഇവിടെ A', B' എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? A', B' എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ സൈൻ കൺവെൻഷൻ ഞാൻ ഉപയോഗിക്കേണ്ടി വരും കേട്ടോ. എങ്ങനെയാണെന്ന് വെച്ചാൽ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചിരിക്കുക. A', B' എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ H' ആയിരിക്കുമോ? ഈ H' എന്ന് പറഞ്ഞാൽ എന്താ? H' ഇമേജിൻ്റെ സൈസ് H'. ഈ H' എന്ന് പറഞ്ഞാൽ A', B' അല്ലേ? പിക്ചർ നോക്കിയേ, A', B' ആണ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഈ പിക്ചർ പ്രകാരം H' നെഗറ്റീവ് സൈനാണ് വരേണ്ടത്. വെറും A', B' എന്ന് പറയുമ്പോൾ അത് പോസിറ്റീവായിട്ടേ വരുള്ളൂ. കാരണം ഇത് A'-നും B'-നും ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ്, അത്രയേ ഉള്ളൂ ഇതിൻ്റെ അർത്ഥം. ഈ പിക്ചർ പ്രകാരം H' നെഗറ്റീവായിട്ടാണ് വരേണ്ടത്. അതുകൊണ്ട് നെഗറ്റീവ് സൈൻ കൊടുക്കണം. ഇനി മൈനസ് ഞാൻ ലെഫ്റ്റിലോട്ട് എടുത്തോട്ടെ. മൈനസ് ലെഫ്റ്റിലോട്ട് എടുത്താൽ A', B' ഈസ് ഈക്വൽ ടു -H എന്ന് കിട്ടും. നമുക്ക് ആവശ്യമുണ്ടത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയാണ്.
ഇനി എ ബിയുടെ കാര്യം. പിക്ചർ നോക്കുക. എ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എച്ച് അല്ലേ നോക്കിയേ. ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റിനെ എച്ച് എന്നാണ് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ബി ആണ്. പിക്ചർ പ്രകാരം എച്ച് ഈക്വൽ ടു എ ബി ആണ്. എച്ച് പോസിറ്റീവാണ്. ഈ പിക്ചർ പ്രകാരം എച്ച് പോസിറ്റീവാണ്. മുകളിലോട്ട് പോകുന്ന ഹൈറ്റ് പോസിറ്റീവാണ്. അപ്പോൾ അതുകൊണ്ട് എച്ച് ഈക്വൽ ടു പ്ലസ് എ ബി അല്ലേ, പ്ലസ് എ ബി. പ്ലസ് എ ബി എന്ന് പറഞ്ഞാലും എ ബി തന്നെയാണല്ലോ. അപ്പോൾ എ ബിനെ നമുക്ക് എന്തെന്ന് എഴുതാം, എച്ച് എന്ന് എഴുതാം. അതും റെഡിയായി. ഇനി ഇവിടെ ബി ഡാഷ് പി കാണുന്നുണ്ടോ? ബി ഡാഷ് പി. ബി ഡാഷ് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമേജിൽ നിന്ന് പോള് വരെയുള്ള ഡിസ്റ്റൻസ് കണ്ടില്ലേ, ബി ഡാഷ് പി. ബി ഡാഷ് പി എന്ന് പറഞ്ഞാൽ ഇമേജിൽ നിന്ന് പോള് വരെയുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ അത് എഴുതുന്നതിന് മുമ്പ് വി എന്താണെന്ന് നമുക്കറിയാം. വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണല്ലോ. വി എന്ന് പറഞ്ഞാൽ ഇമേജിൽ നിന്ന് പോള് വരെയുള്ള ഡിസ്റ്റൻസ് ആണല്ലോ വി. അപ്പോൾ ഈ ബി ഡാഷ് പി അല്ലേ ശരിക്കും വി എന്ന് പറയുന്ന ആൾ. അപ്പോൾ ബി ഡാഷ് പി ആണ് വി എന്നുള്ള ആൾ, പറയുന്ന ആൾ. പക്ഷേ ഈ പിക്ചർ പ്രകാരം വി നെഗറ്റീവായിട്ടാണ് എഴുതേണ്ടത് നമ്മൾ അല്ലേ. കാരണം വി എന്ന് പറഞ്ഞ ആൾ ലെഫ്റ്റ് സൈഡിലോട്ട് വരുന്ന ഡിസ്റ്റൻസാണ്. ലെഫ്റ്റ് സൈഡിലോട്ട് വരുന്ന ഡിസ്റ്റൻസ് നെഗറ്റീവാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒരു നെഗറ്റീവ് സൈൻ കൊടുക്കേണ്ടി വരും. വി നെഗറ്റീവാണ്. ഈ നെഗറ്റീവ് നമുക്ക് ലെഫ്റ്റിലോട്ട് എടുക്കാം. അപ്പോൾ ബി ഡാഷ് പി എന്ന് പറയുമ്പോൾ മൈനസ് വി എന്ന് വരും നമുക്ക് അല്ലേ. ഇനി ബി പിയും കൂടി ഉണ്ടല്ലേ, ബി പി. അത് എഴുതുന്നതിന് മുമ്പ് യു എന്താണെന്ന് പറയാമോ? യു. ബി പി എന്ന് പറഞ്ഞാൽ അതല്ലേ യു എന്ന് പറയുന്നത്. ഒബ്ജക്റ്റ് മുതൽ പേള് വരെയുള്ള ഡിസ്റ്റൻസ്, അതാണല്ലോ യു. അപ്പോൾ യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി പി ആണ്. പക്ഷേ യു എന്ന് പറഞ്ഞ ആൾ നെഗറ്റീവാണ് ഈ പിക്ചർ പ്രകാരം. കാരണം യു ലെഫ്റ്റ് സൈഡിലോട്ട് വരുന്ന ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ യു നെഗറ്റീവ് ആവണം അല്ലേ. അപ്പോൾ അതുകൊണ്ട് നെഗറ്റീവ് സൈൻ കൊടുക്കണം. ഈ മൈനസ് ലെഫ്റ്റിലോട്ട് പോട്ടെ. അപ്പോൾ ബി പി എന്ന് പറയുമ്പോൾ നമുക്ക് മൈനസ് യു എന്ന് എഴുതാൻ പറ്റും അല്ലേ. ബി പി എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് എഴുതാം? മൈനസ് യു എന്ന് എഴുതാൻ പറ്റും. സൈൻ കൺവെൻഷൻ ഉപയോഗിക്കണം. അപ്പോൾ ഫോർമുല എങ്ങനെ വരും? എ ഡാഷ് ബി ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മൈനസ് എച്ച് അല്ല. എ ഡാഷ് ബി ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എച്ച് ഡാഷ് ആണ് അല്ലേ. എച്ച് ഡാഷ് ആണ് കേട്ടോ, സോറി. എ ഡാഷ് ബി ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എച്ച് ഡാഷ് ആണ്. മൈനസ് എച്ച് ഡാഷ് ആണ് ബൈ എ ബി. എ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എ ബി എന്ന് പറഞ്ഞാൽ എച്ച് ആണ്. ശരിയല്ലേ? കറക്റ്റ് അല്ലേ? എ ഡാഷ് ബി ഡാഷ് മൈനസ് എച്ച് ഡാഷ്. എ ബി എന്ന് പറഞ്ഞാൽ എച്ച്. ഇനി ബി ഡാഷ് പി ഉണ്ട്, ബി ഡാഷ് പി. അത് മൈനസ് വി ആണ് ബൈ ബി പി ഉണ്ട്, ബി പി. ബി പി എന്ന് പറഞ്ഞാൽ മൈനസ് യു ആണ്. അപ്പോൾ ഇവിടെ റൈറ്റ് സൈഡിൽ മൈനസ് വെട്ടിപ്പോയിട്ട് മൈനസ് എച്ച് ഡാഷ് ബൈ എച്ച് ഈക്വൽ ടു വി ബൈ യു എന്ന് കിട്ടും. റൈറ്റ് സൈഡിൽ മുകളിലും താഴത്തെ നെഗറ്റീവ് സൈൻ പോവും. ഈ ലെഫ്റ്റ് സൈഡിലുള്ള മൈനസ് അപ്പുറത്തോട്ട് എടുക്കാം. അപ്പോൾ ഈ ശ്രദ്ധിക്കണം, എച്ച് ഡാഷ് ബൈ എച്ച് ആണ് നമ്മളെ മാഗ്നിഫിക്കേഷൻ കേട്ടോ. അതൊന്ന് ഓർത്ത് വെച്ചേക്കണം. ഇമേജിൻ്റെ സൈസ് ബൈ ഒബ്ജക്റ്റിൻ്റെ സൈസാണ് മാഗ്നിഫിക്കേഷൻ. ഇമേജിൻ്റെ സൈസും ഒബ്ജക്റ്റിൻ്റെ സൈസും എന്ന് പറയുമ്പോൾ സൈനും കൂടിയും കൺസിഡർ ചെയ്തിട്ടാണ് എഴുതുന്നത്. അപ്പോൾ എച്ച് ഡാഷ് ബൈ എച്ച് ആണ് എം കേട്ടോ. നമുക്ക് ഈ മൈനസ് സൈൻ വേണമെങ്കിൽ അപ്പുറത്തോട്ട് എടുക്കാമല്ലോ. അപ്പോൾ മാഗ്നിഫിക്കേഷൻ ഈക്വൽ ടു എച്ച് ഡാഷ് ബൈ എച്ച് ആണെന്ന് അറിയാം. ഈ മൈനസ് സൈൻ അപ്പുറത്തോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ മൈനസ് വി ബൈ യു എന്ന് കിട്ടും. ഇപ്പോൾ മാഗ്നിഫിക്കേഷൻ്റെ ഫോർമുല റെഡി ആയിട്ടുണ്ട്. എച്ച് ഡാഷ് ബൈ എച്ച് ഓർ മൈനസ് വി ബൈ യു ആണ് മാഗ്നിഫിക്കേഷൻ. ഓക്കെ.